ജിൻമാന്റെ അമ്മയുടെ ഫ്യൂണറൽ ദിവസമായിരുന്നു. കുടുംബവുമായി ഒരു ബന്ധവും സൂക്ഷിക്കാതെ നീണ്ട 7 വർഷത്തിന് ശേഷം ജിൻമാൻ തിരികെ വന്ന കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ പെട്ടെന്നൊരു ദിവസം അവന്റെ അമ്മ മരിക്കുകയായിരുന്നു. അമ്മ പെട്ടെന്ന് മരിച്ചതിൽ എന്തോ ഉണ്ടെന്നും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും ജിൻമാൻ പറയുന്നുണ്ടെങ്കിലും അവന്റെ ചേട്ടൻ, അതായത് ജിയാന്റെ അച്ഛൻ, സമ്മതിക്കുന്നില്ല. സഹോദരങ്ങൾ തമ്മിൽ അടിയാവണ്ടേ എന്ന് കരുതിയാവണം അവന്റെ ഏട്ടത്തിയമ്മ ജിൻമാനോട് വന്ന് കുഞ്ഞു ജിയാനെയും കൂട്ടി വീട്ടിൽ പോകാൻ പറയുന്നു. അവൻ പോയതിനു ശേഷം ജിൻമാന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് ഒരാൾ അവിടേക്ക് വരുന്നു. അയാൾ കുറച്ച് മിസ്റ്റീരിയസ് ആയിരുന്നു. വീട്ടിൽ TV വെച്ച് എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന ജിൻമാൻ എടുത്തു വന്ന കുഞ്ഞു ജിയാൻ ചോദിച്ചു, അമ്മൂമ്മ മരിച്ചുപോയോണ്ടിരുന്ന് നമുക്ക് കാണാൻ പറ്റില്ല ചെറിയച്ച? ഇല്ല, എനിക്ക് മരിക്കാൻ പേടിയാ. എന്തിനാ പേടിക്കുന്നേ? ജനിച്ചവരെല്ലാം ഒരിക്കൽ മരിക്കും. നീ ആ TV-യിൽ കണ്ടോ? ആ സിംഹം ഇപ്പോൾ മരിക്കും. പക്ഷേ അത് എത്ര ക്വയറ്റാണെന്ന് നോക്കൂ. ആ കഴുതപ്പുലികളാണ് ഇവിടെ ബഹളം വെക്കുന്നത്. അതെന്താ അങ്ങനെ? അവളൊന്നും മിണ്ടുന്നില്ല. ഓൺലി ദ വീക്ക് പാക്ക്, അതായത് ബലഹീനരാണ് കുരയ്ക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ളവർ എന്തിനേയും നിശബ്ദം നേരിടും, മരണത്തെ പോലും. നീയും സ്ട്രോങ് ആയിരിക്കണം, എങ്കിലും നിന്റെ എതിരാളികൾ കുരയ്ക്കൂ. എനിക്കിത് കണ്ടിട്ട് പേടിയാവുന്നു. എന്തെങ്കിലും നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ കണ്ണു തുറന്നതിനെ നേരിടണം. അപ്പോഴാണ് അവന്റെ ഫോൺ അടിക്കുന്നത്. ആരാണ്? എങ്ങനെയാണ് നമ്പർ കിട്ടി? ഫോൺ വെച്ച് അവൻ ജിയാന്റെ അടുത്ത് വരുന്നു. നോക്ക് ജിയാൻ, ഞാൻ ഫ്യൂണറൽ ഹാളിൽ പോവാ. മോൾ ഒറ്റയ്ക്കാ ഇവിടെ. പേടിക്കണ്ട, എൻ്റെ ഒരു കൂട്ടുകാരൻ വരും. പക്ഷെ അങ്ങനൊന്നും വാതിൽ തുറക്കരുത്. അവനോടൊരു കടങ്കഥ ചോദിക്കണം. അവൻ അതിന് ഉത്തരം പറഞ്ഞാൽ മാത്രമേ തുറക്കാവൂ. എന്നാൽ ഞാൻ ഞെട്ടില്ല വട്ടയിൽ ഏതാണെന്ന് ചോദിക്കട്ടെ? അവൻ തലയാട്ടി പോകാൻ ഒരുങ്ങുന്നു. ചേച്ചാ, പെട്ടെന്ന് വരില്ലേ? ഞാൻ പെട്ടെന്ന് വരാം. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ വാതിലിൽ മുട്ടുന്നു. കുഞ്ഞു ജിയാൻ അങ്ങോട്ടേക്ക് ചെന്ന് ഞെട്ടില്ല വട്ടയിലെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അതിനുത്തരം നൽകാതെ ആ വാതിലിന്റെ ലോക്ക് ഓരോന്നായി തുറന്ന് ഒരാൾ അകത്തേക്ക് കയറുന്നു. നിങ്ങൾ എൻ്റെ ചെറിയച്ഛൻ്റെ കൂട്ടുകാരനാണോ? പെട്ടെന്ന് ആരോ പുറത്തുനിന്ന് അയാളെ പിടിച്ചു വലിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് വാതിൽ തുറന്ന് മറ്റൊരാൾ വന്ന് ഫോണിൽ പപ്പടം എന്ന് ടൈപ്പ് ചെയ്ത് അവളെ കാട്ടുന്നു. പേടിച്ച് വിറച്ചിരുന്ന അവളോട് അയാൾ വീണ്ടും ഞാൻ നിന്റെ ചെറിയച്ഛൻ്റെ ഫ്രണ്ടാണെന്ന് ടൈപ്പ് ചെയ്ത് കാട്ടുന്നു. പുറത്ത് ആരോ വരുന്നത് കണ്ട അയാൾ അവളോട് റൂമിൽ കയറിയിരിക്കാൻ ടൈപ്പ് ചെയ്ത് കാട്ടി അവളെ റൂമിലാക്കി കഥകടയ്ക്കുന്നു. കഥകടയ്ക്കുമ്പോൾ അവൾ ശ്രദ്ധിച്ചത് അയാളുടെ വിരലുകളിലുണ്ടായിരുന്ന മോതിരങ്ങളാണ്. മുറിക്ക് പുറത്ത് ശബ്ദങ്ങൾ കേട്ട് ഭയന്ന് കതക് തുറന്നു നോക്കി അവൾ കാണുന്നത് ആ കൂട്ടുകാരന്റെ മോതിരമിട്ട കൈ വെട്ടിമാറ്റുന്ന ഒരാളെയാണ്. കാര്യങ്ങൾ പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ അവൾ ഒരു കച്ചിത്തുരുമ്പിനായി പരതവേ ആ മുറി തുറന്ന് 2 പേർ വരുന്നു. അതിലൊരാൾ ജിൻമാന്റെ അമ്മയുടെ ഫ്യൂണറലിന് വന്നയാളായിരുന്നു. മുറിയിൽ എങ്ങും അവളെ കാണാതെ ഒടുവിൽ ജനൽ വഴി താഴേക്ക് നോക്കി അയാൾ കാണുന്നത് ഭിത്തിയിൽ തൂങ്ങിയാടുന്ന ജിയാനെയാണ്. നീ ശരിക്കും ജിൻമാന്റെ ചോര തന്നെ എന്നയാൾ പറഞ്ഞതും ജിയാൻ പിടുത്തം വിട്ട് താഴേക്ക് പോകുന്നു. ചെന്ന് വീണതാകട്ടെ താഴെ ഉണ്ടായിരുന്ന ഒരു സോഫയിലും. അവിടെ നിന്ന് എഴുന്നേറ്റോടി അവളുടെ പുറകെ അവർ ഓടുന്നുണ്ടെങ്കിലും വണ്ടി തട്ടി ജിയാൻ താഴെ വീഴുന്നു. അവൾക്ക് ചുറ്റും ആൾ കൂടിയതോടെ ആ ശ്രമം അവർ രണ്ടും ഉപേക്ഷിക്കുന്നു. ജിയാൻ കണ്ണു തുറക്കുന്നത് തന്നെ ഫ്യൂണറൽ ഹാളിൽ കൊല ചെയ്യപ്പെട്ട ദമ്പതികളുടെ മോളാണിതെന്ന് 2 പോലീസുകാർ പറയുന്നത് കേട്ടാണ്. അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. അവിടെ കിടക്കുമ്പോൾ അവൾ കാണുന്നത് ആ മോതിരമിട്ട് കയ്യും കടിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ നേരെ വരുന്ന കഴുതപ്പുലിയെയാണ്. ആ സ്വപ്നത്തിൽ നിന്നും അവൾ ഞെട്ടി ഉണരുന്നു. അവളെ തേടിയാകട്ടെ അപ്പോഴേക്കും ഒരു ശത്രു എത്തിച്ചേർന്നിരുന്നു. എന്നാൽ റൂമിൽ അയാൾക്ക് അവളെ കണ്ടെത്താനായില്ല. ജീവനും കൊണ്ടോടുന്ന കുഞ്ഞു ജിയാന് പിറകെ കയ്യിൽ തോക്കുമേന്തി അയാൾ പോകുന്നു. ജിയാൻ ചെന്ന് കയറുന്നതാകട്ടെ മോർച്ചറിയിലും. മറ്റൊരു വഴിയുമില്ലാതെ അവൾ ആദ്യം കണ്ട ഫ്രീസറിൽ കയറുന്നു. ആ ശത്രു അപ്പോഴേക്കും ആ മുറിയുടെ വാതിൽ തുറന്ന് അകത്തു വന്നിരുന്നു. ഫ്രീസറിനകത്ത് തന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന മൃതദേഹം കണ്ട് കുഞ്ഞു ജിയാൻ ഞെട്ടുന്നു. അത് അവളുടെ അമ്മയായിരുന്നു. ഇതേ സമയം ഓരോരോ ഫ്രീസറുകളായി തുറന്നു നോക്കി തുടങ്ങിയിരുന്നു അയാൾ. ജിയാനാകട്ടെ എന്തും വരട്ടെ എന്ന് കരുതിയിട്ടാകണം തന്റെ അമ്മയുടെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു. പെട്ടെന്നാരോ കതക് തുറക്കുന്നത് കണ്ട് തോക്കുമായി അങ്ങോട്ടേക്ക് തിരിഞ്ഞ ശത്രു കയറി വന്നത് തന്റെ കൂട്ടാളിയാണെന്ന് മനസ്സിലാക്കി ആശ്വസിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നാണ് ഇത് സംഭവിച്ചത്. അയാളുടെ പുറകിൽ നിന്നും ഒരു ബുള്ളറ്റ് അവനെ ലക്ഷ്യമാക്കി വരുന്നു. ഫ്രീസറിനകത്ത് കിടന്ന് പുറത്തുള്ള വെടിയൊച്ചകളും മറ്റും കേട്ട് ഭയന്ന് തന്റെ അമ്മയെ കൂടുതൽ മുറുക്കി കെട്ടിപ്പിടിച്ച് ജിയാൻ കിടക്കുന്നു. ഒടുവിൽ ആ ഫ്രീസറിന്റെ വാതിൽ തുറക്കുന്നു. വാതിലിനപ്പുറം ജിൻമാനായിരുന്നു. തന്റെ ഏട്ടത്തിയുടെ മൃതദേഹം കണ്ട് ഒരു നിമിഷം അവൻ പകച്ചു നിന്നെങ്കിലും അടുത്ത നിമിഷം തന്നെ തണുത്തു മരവിച്ചു കിടക്കുന്ന ജിയാനെ തോളിലേറ്റി അവൻ നിർവികാരനായി മടങ്ങുന്നു. ആ സംഭവം കഴിഞ്ഞ് ഏകദേശം 1 മാസത്തിനു ശേഷം ജിൻമാൻ ജിയാനെയും കൂട്ടി ദൂരെ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്തേക്ക് താമസം മാറുന്നു. അവരിപ്പോൾ താമസിക്കുന്ന വീടായിരുന്നു അത്. സാധനങ്ങളുമായി അകത്തേക്ക് കയറവേ കാൽ തെറ്റി ജിയാൻ താഴെ വീഴുന്നു. ജിൻമാൻ തന്നെ വന്ന് എഴുന്നേൽപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ ജിയാൻ അവനെ നോക്കുന്നു. നോക്ക് ജിയാൻ, ഞാൻ നിന്റെ അച്ഛനോ അമ്മയോ അല്ല. അതുകൊണ്ട് തന്നെ അവർ നിനക്കായി ചെയ്തതെന്ന് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആരുടെയും സഹായമില്ലാതെ ജീവിക്കാൻ നീ പഠിച്ചു തുടങ്ങണം.
അതോടെ തന്റെ സാധനങ്ങളെല്ലാം അവിടുന്ന് ജിയാൻ പറക്കുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള ജിയാന്റെ അവസ്ഥ തീരെ മോശമായിരുന്നു. എപ്പോഴും പേടിയും അതുമൂലം പനിയുമായിരുന്നു അവൾക്ക്. ഡോക്ടറെ കാണിച്ചപ്പോൾ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടതും തുടർന്ന് അങ്ങോട്ട് അവൾ അനുഭവിക്കേണ്ടി വന്ന സംഭവങ്ങളും മറ്റും മൂലമാണ് ഇതെന്നും പതിയെ മാത്രമേ മാറുകയുള്ളൂ എന്നുമാണ് പറഞ്ഞത്. ജിയാന്റെ അവസ്ഥയ്ക്ക് കാരണം താനാണെന്ന ചിന്തയിൽ ജന്മൻ സ്വയം തന്നെ അടിക്കുന്നു. സ്കൂളിലും ജിയാന്റെ അവസ്ഥ മോശമായിരുന്നു. ആരോടും സംസാരിക്കാത്ത, ആരുമായും സഹകരിക്കാത്ത ജിയാന്റെ പ്രകൃതത്തെപ്പറ്റി ടീച്ചർ ജിൻമാനെ വിളിച്ച് സംസാരിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നുണ്ട് ടീച്ചർ പറയുന്നത്. പക്ഷേ ഈ പ്രശ്നം ജിയാൻ തന്നെ ഓവർകം ചെയ്യേണ്ടതാണ്. മറ്റു കുട്ടികൾ ഒന്നും മിണ്ടാത്ത ജിയാനെ സ്കൂളിൽ ബുള്ളി ചെയ്യുമായിരുന്നു. അവിടെ അവളുടെ രക്ഷകനായത് ജോങ് ആയിരുന്നു. അവളുടെ അമ്മയുടെ ദുർനടപ്പ് കാരണം അച്ഛൻ കുത്തിക്കൊന്നിട്ട് ആത്മഹത്യ ചെയ്തതാണെന്ന് വരെ കുട്ടികൾ പറഞ്ഞുണ്ടാക്കുന്നതോടെ ജിയാൻ അവിടെ കണ്ട് കസേരയെടുത്ത് അവരുടെ ദേഹത്തിടുന്നു. ഒരു ദിവസം വൈകുന്നേരമാകട്ടെ, സ്കൂൾ വിട്ട് കോരിച്ചൊരിയുന്ന മഴയത്ത് ഒറ്റയ്ക്ക് വരുന്ന ജിയാനെ കണ്ട് ജിൻമാൻ വണ്ടി സ്ലോ ആക്കുന്നുണ്ടെങ്കിലും അവനെയൊന്ന് നോക്കാൻ പോലും അവൾ തയ്യാറാകുന്നില്ല. ഒടുവിൽ വണ്ടി ഓടിച്ച് ജിൻമാൻ പോകുന്നു. വീട്ടിലും ജിയാൻ ഇതേപോലെ തന്നെയായിരുന്നു. ജിൻമാനോടൊന്നും മിണ്ടാറില്ല. ജിൻമാൻ തിരിച്ചും അങ്ങനെ തന്നെ. അവളെ കൺസിഡർ ചെയ്യാത്തതുപോലെ നിൽക്കും, പക്ഷെ സീക്രട്ടായി ശ്രദ്ധിക്കാറുണ്ട്. അവൾ അവളുടെ ആവശ്യങ്ങളൊക്കെ സ്റ്റിക്കി നോട്ട്സ് എഴുതി ഫ്രിഡ്ജിൽ ഒട്ടിച്ചു വെക്കും. പ്രൊട്രാക്ടർ 500 രൂപ. ജിൻമാൻ ആകട്ടെ ആ സ്റ്റിക്കി നോട്ടിൽ തന്നെ പൈസ ഒട്ടിച്ചു വെക്കും. ക്ലേ 1000 രൂപ. ട്രയാങ്കിൾ 3000 രൂപ. ഒടുവിൽ ഇവൾ ഇപ്രകാരം പൈസ എടുക്കുന്നത് ശരിയായ രീതിയല്ലെന്ന് മനസ്സിലാക്കിയ ജിൻമാൻ അവൾ ഒട്ടിച്ചു വെക്കുന്ന സ്ഥലത്ത് മറ്റൊരു വസ്തു ഒട്ടിച്ചു വെക്കുന്നു. പാവം ജിയാൻ. സ്കൂളിലാകട്ടെ അവളെ 3 പിള്ളേർ ചേർന്ന് ബേസ്മെന്റിൽ പൂട്ടിയിടുന്നു. രാത്രിയായപ്പോൾ ആ കഴുതപ്പുലിയുടെ ഹാലുസിനേഷൻ അവൾക്ക് വരുന്നു. ഭയന്ന് കഥകൾ തട്ടുന്നു ജിയാൻ. ഒടുവിൽ മറ്റു വഴിയില്ലാതെ മാസങ്ങൾക്ക് ശേഷം അവളുടെ വായിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരുന്നു. അതൊരു അലർച്ചയായിരുന്നു. ചെറിയച്ച എന്ന അലർച്ച. പെട്ടെന്ന് ആ കതക് തുറക്കപ്പെടുന്നു. പുറത്ത് ജിൻമാനും. അവനെ ഓടിച്ചെന്ന് അവൾ കെട്ടിപ്പിടിക്കുന്നു. എന്താണ് താമസിച്ചതെന്ന് ചോദിച്ച് കരഞ്ഞു നിലവിളിച്ച് അവനെ അടിക്കുന്നു കുഞ്ഞു ജിയാൻ. സോറി ജിയാൻ, സോറി. അന്നത്തെ ദിവസം മാസങ്ങൾക്ക് ശേഷം അവർ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. കഥക് തുറക്കും മോളെ, ഞാൻ അകത്ത് വെയിറ്റ് ചെയ്യാമെന്നേ. മോളുടെ കാര്യം ജിൻമാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ ഗോജിങ് യൂണിവേഴ്സിറ്റിയിലല്ലേ പഠിക്കുന്നത്? തന്റെ കയ്യിൽ തോക്കെടുത്ത് പുറത്തുനിന്ന് ആ സ്ത്രീ പറഞ്ഞു. ഞാൻ കോച്ചിങ്ങിലല്ല പഠിക്കുന്നത്. നിങ്ങൾ ആര് സത്യത്തിൽ? ഓക്കെ മോളെ, ഞാൻ പിന്നെ നിന്റെ ചെറിയച്ഛനെ വിളിച്ചിട്ട് വരാവേ. അവർ കാറെടുത്ത് പോകുന്നു. ജോങ് ആകട്ടെ ഈ സമയം കൊണ്ട് മർദ്ദ ഹെൽപ്പിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. നോക്ക് ചെയ്യാൻ, ഈ വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് അതിന്റെ മെമ്പേഴ്സിന് വേണ്ടി മാത്രമാണ്. മെമ്പേഴ്സ് ആവാൻ എന്തൊക്കെയോ പ്രോസസ്സ് ഉണ്ട്. മെമ്പേഴ്സിന് അവരുടെ ഗ്രേഡ് അനുസരിച്ച് കോഡ് ലഭിക്കും. കോഡോ? അതെ, ഇപ്രകാരം കോഡുള്ളവർക്ക് മാത്രമേ ഈ സൈറ്റിൽ നിന്നും ആയുധങ്ങൾ വാങ്ങാൻ സാധിക്കൂ. അതിൽ എല്ലാ ഐറ്റംസ് ഒന്നും പറ്റില്ല. ഓരോ കോഡിനും വാങ്ങാൻ സാധിക്കുന്ന ആയുധങ്ങളുണ്ട്. 4 തരത്തിലുള്ള കോഡുകളുണ്ട്. അതേതൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് കോഡ് റെഡ്. ഇവരാണ് ആളുകളെ കൊല്ലുന്നത്. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ കോൺട്രാക്ട് കില്ലേഴ്സ്. സോ ഇവർക്ക് വാങ്ങാൻ പറ്റുന്നത് ഗൺസ്, പോയിസൺസ്, ബോംബ്സ്, വെപ്പൺസ് എന്നിവയാണ്. നെക്സ്റ്റ് ആണ് കോഡ് പർപ്പിൾ. ഇവർ സ്പൈകളാണ്, ഇൻഫർമേഷൻ എത്തിക്കുന്നവർ. ഇവർക്ക് വാങ്ങാൻ പറ്റുന്നത് ഹിഡൻ ക്യാമറാസ്, ലിസണിംഗ് ഡിവൈസസ് തുടങ്ങിയവയൊക്കെയാണ്. അതുപോലെ തന്നെ പിടിക്കപ്പെടുകയാണെങ്കിൽ സ്വയം മരിക്കാനുള്ള ചെറിയ വെപ്പൺസ് വാങ്ങാൻ സാധിക്കും. പിന്നെയുള്ളത് കോഡ് യെല്ലോ. ഇവരാണ് ബോഡി ഡിസ്പോസൽ ആൻഡ് ക്ലീനപ്പ് ടീം. സോ അതിനാവശ്യമായ ഡ്രഗ്സ്, ഡിറ്റർജൻസ്, ക്ലീനിങ് ടൂൾസ് ഒക്കെ വാങ്ങാൻ പറ്റും. ലാസ്റ്റ് വൺ ആണ് കോഡ് ഗ്രീൻ. ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു കാറ്റഗറി ഇല്ല. ഇവരാണ് മർദ്ദ ഹെൽപ്പിന്റെ എല്ലാം. കോഡ് ഗ്രീനെ ആരും, അതായത് മറ്റുള്ള കോഡുകാരൊന്നും അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും രീതിയിൽ കോഡ് ഗ്രീൻ അറ്റാക്ക് ചെയ്യപ്പെടുവാണെങ്കിൽ മറ്റുള്ള കോഡുകാർ സ്വന്തം ജീവൻ ബലി കൊടുത്താണെങ്കിൽ പോലും അവരെ സംരക്ഷിക്കണം. സോ ആരാണ് ഈ കോഡ് ഗ്രീനിലുള്ളവർ? ഞാൻ പറഞ്ഞില്ലേ, ഈ മർദ്ദ ഹെൽപ്പിന്റെ എല്ലാം ഓപ്പറേറ്റേഴ്സ് ഓഫ് ദിസ് വെബ്സൈറ്റ്. നിന്റെ ചെറിയച്ഛൻ ജന്മാൻ, പിന്നെ നീ ജിയാൻ. ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനാവാതെ ഇരിക്കുന്നു അവൾ. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് പുറത്തിറങ്ങി അവർ കാണുന്നത് തകർന്നു കിടക്കുന്ന മതിലാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും മുമ്പേ ഒരു ഡ്രോൺ അവരുടെ നേരെ പ്രത്യക്ഷപ്പെടുന്നു. അതിൽ നിന്നും അവർക്ക് നേരെ ബുള്ളറ്റുകളുടെ ഒരു മഴ തന്നെ പെയ്യുന്നു. മറുവശത്തു നിന്നും മറ്റൊരു ഡ്രോണും ഇതേ പണി ചെയ്യുന്നു. പക്ഷേ ആ ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫ് ആയിരുന്നു. ധൈര്യം വീണ്ടെടുത്ത് ചെയ്യാൻ ജോങ്ങിനെയും വലിച്ചെടുത്ത് ബാക്ക് ഡോർ വരെ രക്ഷപ്പെടാമെന്ന് കരുതി അവിടേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ അവിടെയും അവരെ കാത്തിരുന്നത് ബുള്ളറ്റുകൾ വർഷിക്കുന്ന ഡ്രോൺ ആയിരുന്നു. ആ ബാക്ക് ഡോറും ബുള്ളറ്റ് പ്രൂഫ് ആയിരുന്നു. തിരികെ ഹാളിലെത്തി അവർ കാണുന്നത് അനങ്ങാതെ നിൽക്കുന്ന ഡ്രോണുകളാണ്. ആ ഡ്രോണിൽ നിന്നും എന്തോ ഒന്ന് ആ ഗ്ലാസ്സിൽ വന്ന് പതിക്കുന്നു. നിമിഷങ്ങൾക്കകം ആ ഗ്ലാസ് തകർന്നു വീഴുന്നു. തകർന്നു വീണ ആ ഗ്ലാസ്സിലൂടെ ബുള്ളറ്റുകൾ വർഷിച്ച് ഡ്രോണുകൾ അകത്തേക്ക് കയറുന്നു. ആ ഡ്രോണിലുണ്ടായിരുന്ന ക്യാമറയിലൂടെ ആരോ അതിനെ കൺട്രോൾ ചെയ്യുകയായിരുന്നു. 2 വഴിക്കായി പോകുന്നു ജോങ്ങും ജിയാങ്ങനും. ജോങ് അവിടെ കണ്ടു ഒരു അലമാരയിൽ കയറി ഒളിക്കുന്നു. ജിയാൻ അപ്പോൾ മേശവലിപ്പ് തുറന്ന് ഒരു പെട്ടി എടുക്കുകയായിരുന്നു. അവരെ തേടി വന്ന ഡ്രോൺ ജോങ് ഒളിച്ചിരിക്കുന്ന മുറി മുഴുവൻ സെർച്ച് ചെയ്ത് ഒടുവിൽ അലമാരയ്ക്ക് നേരെ വെടിയുതിർക്കുന്നു.
പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതും ബുള്ളറ്റ് പ്രൂഫ് ആയിരുന്നു. ഒടുവിൽ ആ ഡ്രോൺ എങ്ങനെ ഗ്ലാസ് തകർത്തോ അതേപോലെ തന്നെ ആ വാതിലും തകർക്കുന്നു. കൺമുന്നിൽ മരണത്തെ കണ്ട് ഭയന്ന് വിറച്ച് ജോങ് ഇരിക്കുന്നു. ജോങ്! നിലവിളി കേട്ട ഭാഗത്തേക്ക് ഡ്രോൺ തിരിയുന്നു. ഒരു കവണ ഉപയോഗിച്ച് ജിയാൻ ആ ഡ്രോൺ താഴെയിടുന്നു. നിയന്ത്രണം വിട്ട് താഴെ വീണ ആ ഡ്രോണിനെ കയ്യിൽ കിട്ടിയ ഒരു കസേരയെടുത്ത് ഇടിച്ചു പൊട്ടിക്കുന്നു ജിയാൻ. യെസ്, ഷി നീഡ്സ് ടു സർവൈവ്. തീകൂട്ടി അതിനു ചുറ്റും നിന്ന് തങ്ങളുടെ ജോലിയെപ്പറ്റി സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ അരികിൽ മിസ്റ്റർ കിം എന്ന പേരായ ഒരു മനുഷ്യൻ വരുന്നു. അയാൾ ഒരു കത്തിയെടുത്ത് തന്റെ കയ്യിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കി അതിൽ നിന്നും ഒരു ചെറിയ ചിപ്പെടുക്കുന്നു. ഇനി എനിക്ക് കോടിന്റെ ആവശ്യമില്ല. അയാൾ അത് തീയിലേക്കിടുന്നു. ആ മിസ്റ്റർ കിങ്, താങ്കളും മനസ്സ് മാറി നമ്മളിൽ ഒരാളായതിൽ സന്തോഷം. ഇനി നമ്മുടെ വിജയം എളുപ്പമായിരിക്കും. അത് ആദ്യത്തെ എപ്പിസോഡിൽ ജിയാനെ കൊല്ലാനായി വാനിൽ നിന്നും തോക്ക് ചൂണ്ടി നിന്ന ആളായിരുന്നു. അയാൾ അവിടെ ഉണ്ടായിരുന്നവരോട് ജിൻമാൻ മരിച്ചു, അത് പോകട്ടെ, പക്ഷെ അവന്റെ മോള് നമുക്കുള്ളതാ. അവളെ ജീവനോടെ അല്ലാതെയോ പിടിക്കുന്നവർക്ക് സ്പെഷ്യൽ ബോണസ് ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. ജിൻമാൻ വിറ്റ ആയുധങ്ങളും എടുത്ത് ജിയാനെ കൊല്ലാനായി അവരെല്ലാം വാനിൽ തിരിക്കുന്നു.